ദൈവത്തിന്റെ മഹത്വത്തിനായുള്ള പ്രാർത്ഥന. യഹോവയെ സ്തുതിക്കുവിൻ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പുകഴ്ത്തും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാകുന്നു. അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും അവയെ ധ്യാനിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി തേജസ്സും മഹത്വവുമുള്ളതാകുന്നു. അങ്ങയുടെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് തന്റെ അത്ഭുതങ്ങൾക്ക് സ്മരണയുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കരുണയും ദയയുമുള്ളവൻ തന്നെ. ജ്ഞാനത്തിനായുള്ള പ്രാർത്ഥന. യഹോവയോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരൊക്കെയും നല്ല ബുദ്ധിയുള്ളവർ. ദൈവമേ, അങ്ങയുടെ വിശ്വസ്തതയും സത്യവും എന്നെ വഴി നടത്തട്ടെ. അവിടുന്ന് തന്റെ ജനത്തിന് ആഹാരം നൽകുന്നു. തന്റെ ഉടമ്പടിയെ എന്നേക്കും ഓർക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അങ്ങയുടെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ഭാഗ്യവാനായ മനുഷ്യനു വേണ്ടിയുള്ള പ്രാർത്ഥന. യഹോവയെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലമുള്ളതായിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവന്റെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. ഇരുട്ടിൽ നേരുള്ളവർക്ക് വെളിച്ചമുദിക്കുന്നു. അവിടുന്ന് കൃപയും ദയയും നീതിയുമുള്ളവനാകുന്നു. ഹൃദയസ്ഥിരതയ്ക്കായുള്ള പ്രാർത്ഥന. ദോഷശ്രവണം നിമിത്തം നീതിമാൻ ഭയപ്പെടുകയില്ല. യഹോവയിൽ ആശ്രയിച്ച് അവന്റെ ഹൃദയം ഉറച്ചിരിക്കും. ദുർഘട സമയങ്ങളിലും അങ്ങയുടെ സംരക്ഷണം എന്നോടു കൂടെയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനായിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അവിടുന്ന് ദരിദ്രർക്ക് ഉദാരമായി നൽകുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിനായുള്ള പ്രാർത്ഥന. യഹോവയുടെ ദാസന്മാരെ സ്തുതിക്കുവിൻ. യഹോവയുടെ നാമത്തെ സ്തുതിക്കുവിൻ. ഇപ്പോൾ മുതൽ എന്നേക്കും യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുത്യമാകുന്നു. യഹോവ സകല ജനതകൾക്കും മീതെ ഉയർന്നവനും അവിടുത്തെ മഹത്വം ആകാശങ്ങൾക്കും മീതെയുമാകുന്നു. താഴ്ന്നവരെ ഉയർത്തുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥന. ഉയരത്തിൽ വസിക്കുന്നവനും ആകാശത്തെയും ഭൂമിയെയും കുനിഞ്ഞു നോക്കുന്നവനുമായ നമ്മുടെ ദൈവത്തിന് തുല്യനായി ആരുള്ളൂ? അവിടുന്ന് എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവരെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു. മച്ചിയായ സ്ത്രീയെ സന്തോഷമുള്ള മക്കളുടെ അമ്മയായി വീട്ടിൽ വസിക്കുമാറാക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായുള്ള പ്രാർത്ഥന. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഭൂമി വിറയ്ക്കട്ടെ. പാറയെ നീർപ്പൊയ്കയായും ചെങ്കലിനെ നീരുറവയായും മാറ്റുന്നവനായ കർത്താവിന്റെ മുൻപിൽ ഞാൻ വണങ്ങുന്നു. കഷ്ടതകളിൽ വഴി തുറക്കുന്ന അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വഴികാട്ടിയായിരിക്കട്ടെ. വിഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനത്തിനായുള്ള പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദയയും സത്യവും നിമിത്തം അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ജനതകളുടെ വിഗ്രഹങ്ങൾ വെള്ളിയും പൊന്നും മനുഷ്യ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും അവയെപ്പോലെയാകുന്നു. ജീവനുള്ള ദൈവമായ അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിലുള്ള ആശ്രയത്തിനായുള്ള പ്രാർത്ഥന. യഹോവയിൽ ആശ്രയിക്കുവിൻ. അവിടുന്ന് അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവയെ ഭയപ്പെടുന്നവരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥന. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ആകാശം യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂമിയെ അവിടുന്ന് മനുഷ്യപുത്രന്മാർക്ക് നൽകിയിരിക്കുന്നു. മരിച്ചവരല്ല, ജീവനുള്ള ഞങ്ങളാണ് യഹോവയെ വാഴ്ത്തുന്നത്. ഇപ്പോൾ മുതൽ എന്നേക്കും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കും. എന്റെ ജീവിതത്തിന്റെ സകല നാളുകളിലും അങ്ങയുടെ അനുഗ്രഹം കൂടെയുണ്ടാകണമേ. ആമേൻ.